ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു മാമോദീസ കൂടാനായിട്ട് പള്ളിയിൽ വന്നേക്കാണ്, ഞങ്ങളുടെ സ്വന്തം പള്ളിയിൽ. അപ്പം മാമോദീസയ്ക്കായിട്ട് സമയം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെത്തി. അപ്പോഴച്ഛൻ അവിടെ ഇത് ശുശ്രൂഷ ആരംഭിച്ചിരുന്നു. നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ മുദ്രകുത്തിയിരിക്കുന്ന നിന്റെ സകല ദുഷ്ടവ്യാപാരങ്ങളെയും അകറ്റിക്കളയണമേ. മത്സരക്കാരനും ദ്രോഹിയുമായിരിക്കുന്ന അവനെ നീ ശാസിച്ച് വഞ്ചനയുടെ ആത്മാവിൽ നിന്ന് ഈ നിന്റെ പൈതലിനെ നീ ശുദ്ധീകരിക്കണമേ. ഇവൾ പിശാചുക്കളുടെ വാസസ്ഥലമല്ല, എന്നാലോ ദൈവത്തിന്റെ മന്ദിരം തന്നെ ആയിരിക്കുമാറാകണമേ. അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് ഈ ഒരു കൂദാശ എന്ന് പറയുന്നത്. ഇതിനകത്ത് പിന്നെ ഒരു മൂറോൻ അഭിഷേകം ഒക്കെ ഉണ്ട്. ഇത് 2 സ്റ്റേജായിട്ടാണ് ഈ മാമോദീസ നടക്കുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ഇതിലൊരു സ്റ്റേജിലെന്ന് പറയുമ്പം അമ്മയായിട്ടുള്ളവർ ഇങ്ങനെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ആൾ ഒന്ന് മുട്ടുകുത്തി നിൽക്കും മധുബയുടെ മുമ്പിൽ. അതിന് ശേഷം പിന്നെ അച്ഛൻ വന്ന് കുറേ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് ചൊല്ലുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് മാതാപിതാക്കൾ, മാതാപിതാക്കൾ, അതായത് തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്ന് പറഞ്ഞുള്ള എല്ലാവരും വന്ന് നിന്നിട്ട് പിന്നെ അച്ഛൻ ഇതിലേക്ക് കടക്കും. അതിനുശേഷമാണ് പിന്നാണെങ്കിൽ കുറച്ച് ചൊല്ലുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ മാമോദീസ തൊട്ടിയിലെടുത്ത് അവിടെ വെച്ചാണ് ഈ തൈലം ഇങ്ങനെ ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുഞ്ഞിനെ ഇവിടെയാണ് തൈലം ഒഴിക്കുന്നതും പിന്നെ ആ വെള്ളത്തിൽ കുഞ്ഞിനെ തലയിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ മാമോദീസ കഴിയുമ്പോഴത്തേന് കുഞ്ഞ് നമ്മുടെ സഭയോട് ചേർന്നു എന്നുള്ളതാണ്. എന്നതിന് പ്രതീകമായിട്ടാണ് ഈ മാമോദീസ എന്ന് പറയുന്നത്. മാമോദീസയിൽ ഇത് കൂടാതെ കുറേ കുദാശകളൊക്കെ ഉണ്ട്. മർത്തോമാക്കാരിൽ ഉള്ള കുദാശയില്ല ഈ മാമോദീസ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടും ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് ചൊല്ലുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു ശുശ്രൂഷയോടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിന്റെ കൃപയാലും നിന്റെ ഏറിയ അനുഗ്രഹങ്ങളാലും ഈ വെള്ളത്തെ നീ ശുദ്ധീകരിക്കണമേ. ഇതിൽ മാമോദീസ മുഴുകുന്നവർ വഞ്ചനയുടെ മോഹങ്ങളാൽ ക്ഷേമിക്കുന്ന മനുഷ്യനെ ഉരിഞ്ഞു കളയുകയും തന്നെ സൃഷ്ടിച്ചവന്റെ സാദൃശ്യത്തിൽ പുതുക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുവാൻ കൃപ നൽകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂപായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കും. അശുദ്ധിയിൽ നിന്നുള്ള വിടുപ്പും ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും പാപങ്ങളുടെ മോചനവും പിഴകളുടെ പരിഹാരവും ദത്തവകാശത്തിന്റെ നൽവരവും നാശമില്ലാത്ത വസ്ത്രവും പരിശുദ്ധ റൂഹായുടെ പുതുക്കവും നിന്റെ ഏകജാതനായ പുത്രന്റെ മരണത്തോടും പുനരുദ്ധാനത്തോടുമുള്ള അനുരൂപതയും നീ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഈ മാമോദീസ വെള്ളത്തിൽ ഞങ്ങൾ വിശുദ്ധ മൂറോൻ ചിന്തുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ.
ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ എല്ലാവരും ഫോട്ടോ സെക്ഷനിലേക്കൊക്കെ പോവുമായിരുന്നു. പിന്നെ കുഞ്ഞുമായിട്ടുള്ള ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുമെന്ന് ഇതായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ അപ്പുറത്തായിട്ട് പാരിഷ് ഹാളുണ്ടായിരുന്നു. ഇതാണ് മാമോദീസ കഴിഞ്ഞ കുഞ്ഞെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പിന്നെ പാരിഷ് ഹാളിൽ ഇതിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്.